1970-കളിൽ ഇന്ത്യ ഗവൺമെൻറ്റും ശ്രീലങ്ക ഗവൺമെൻറ്റും തമ്മിലുള്ള ഉടമ്പടിയുടെ പ്രകാരം ആരംഭിച്ച സ്കീമുകളിൽ ഒന്നാണ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ജോലി സംബന്ധമായുള്ള ആവശ്യപ്രകാരം നിരവധി ഇന്ത്യൻ വംശജർ രാജ്യം മാറുകയും ആഭ്യന്തരമായുള്ള പ്രശ്നങ്ങൾ നേരിടവേ അവരെ മടക്കി അയക്കുകയും ചെയ്തു. 3 ലക്ഷത്തിൽ പരം ആളുകളെ കേരളത്തിലേക്ക് പാർപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ 1977 ഇവിടെ വന്നത്. പിന്നെ വന്നപ്പം തൊട്ട് കുഴപ്പമില്ല, നല്ല രീതിക്ക് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല ജീവിതമായിരുന്നു. എല്ലാ സഹകരണ കമ്പനിയായിട്ടും ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്ലാന്റേഷനൊക്കെ ഇത്രയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ വന്നപ്പം പിന്നെ ഇത് മൊത്തം വനമായിരുന്നു, കാട് തെളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീലങ്ക അഭ്യർത്ഥികൾക്ക് വേണ്ടി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് കരാർ പ്രകാരം 5 ലക്ഷം പേരാണ് ഇന്ത്യയിലേക്ക് ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്. അതിൽ 3 ലക്ഷം പേർ കേരളത്തിലുണ്ട്. ഇവിടുത്തെ ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. 700ഓളം കുടുംബങ്ങൾ കേരളത്തിലെ കുഴത്തൂപ്പുഴയിലെ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ ഇന്ന് ജോലി ചെയ്തു പോകുന്നു. പോകണമെങ്കിൽ പിന്നെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ എങ്ങനെ പോകും? ടിക്കറ്റ് എടുക്കണം, കയ്യിലൊന്നും ഇല്ലാതെ പോകാൻ നോക്കും. പാസ്പോർട്ട് വേണം, വിസ എടുക്കണം, അതിൻ്റെ വീട് സ്വന്തമായിട്ട് ആർക്കും ഇതുവരെ എഴുതിയിട്ടില്ല. ഈ കമ്പനിയുടെ ക്വാർട്ടേഴ്സിലല്ല താമസിക്കുന്നത്. അത് സ്വന്തമായില്ല. കമ്പനി ഈ ജോലി ചെയ്യുന്നവരവിടെ കാണും. നമ്മളൊരു നമുക്ക് ആയുഷ്കാലം വരെ ഉള്ള ഒരു എഗ്രിമെൻറ്റിലായിരിക്കുന്നതായിരിക്കും. அது நாங்கள் ஜோலி செய்யும்போது வந்துட்டு சம்பளமோ ஜோலியோ நன்னாகிட்டு இருந்து இப்போ எல்லாம் நசிப்பிச்சு போய் கிடக்குவோம். ஆளுக்காருக்கு வேறு ஜோலி செய்கிறவருக்கு சம்பளம் இல்லை. ஜோலி செய்கிறவருக்கு இந்த சம்பளம் கிட்டியில்லை. ஜோலி செய்ய இப்போ இது என்ன ஆகுமோங்கிறது அது தெய்வத்திலேருந்து தானே அறியும். காரணம் எந்த இருக்கும், ஒவ்வொருத்தரும் ஜோலி புது ஜோலியோ கோட்டர்ஸ் கட்ட அது கட்ட சும்மா ஆகும், தேவையில்லாத செலவு செய்யுது. ഇതിനുശേഷം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ റിട്ടയറായി നമ്മൾ വീട്ടിലിരിക്കുക. ഒരു ആവാസ വ്യവസ്ഥയ്ക്കും ജോലിപരമായുള്ള സഹായത്തിനുമായി 5000ഓളം ഏക്കറുകൾ പാട്ടത്തിനെടുത്താണ് റബ്ബർ പ്ലാന്റേഷൻ നിലനിൽക്കുന്നത്. കുളത്തൂപ്പുഴ നിവാസികളുടെ ഏക ആശ്രയമാണ് കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഗവൺമെൻറ് ഹൈസ്കൂൾ കൂവക്കാട്. തമിഴ് മീഡിയം ആയതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ 40ഓളം കുട്ടികളാണ് അവിടെ പഠനം തുടരുന്നത്. ആദ്യം LP സ്കൂളായിരുന്നു, പിന്നീട് അത് UP ആയി അപ്ഗ്രേഡായി, പിന്നെ ഹൈസ്കൂളായി. അപ്പോൾ ഇവിടുത്തെ മാതൃഭാഷാ പഠനം എന്ന് പറയുന്നത് തമിഴാണ്. ഇപ്പോൾ 43 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൊറോണ കാലം വന്നതുകൊണ്ടും ഈ ഇംഗ്ലീഷ് മീഡിയം ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പുതിയ HM വന്നു, ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കുട്ടികൾ ഇങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയാണ്. വരും. ഡോക്ടർ ഇപ്പോൾ ഇവിടെ നിലവിലില്ല. ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ലീവ് എടുത്ത് പോയിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഡോക്ടർ ഇല്ല, ടെർമിനേറ്റ് ആയി. പിന്നെ അടുത്ത ഡോക്ടർ വന്നെങ്കിലേ ഉള്ളൂ. RPLൻ്റെ സ്റ്റാഫ് അവരുടെ ഡിപ്പെൻഡൻറ്റ്, ലേബർ അവരുടെ ഡിപ്പെൻഡൻറ്റ്, അല്ല ഔട്ട് സൈഡ് ഒന്നും ഇങ്ങോട്ടില്ല. ഇവിടെ ഉള്ള പേഷ്യൻസിന് മാത്രമേ ഉള്ളൂ നമ്മൾ.
അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് എല്ലാം ഞങ്ങൾ കൊടുക്കും, മെഡിസിൻ ഞങ്ങളെല്ലാം കൊടുക്കും. ഇവിടെ ഒരു 80% എല്ലാവരും ഷുഗറും BP യും കൊളസ്ട്രോളും ഒക്കെ തൈറോയിഡ് ഇതെല്ലാം ഉള്ളവരാണ്. ഇനീഷ്യലി നമ്മൾ 700 കുടുംബങ്ങളെയാണ് ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർക്കാണ് നമ്മൾ ഈ സ്ഥാപനത്തിൽ എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് വെച്ച് നമ്മൾ തൊഴിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ കുടുംബത്തിൽ 2 പേര് തൊഴിൽ സ്വീകരിച്ചിട്ടുള്ളത് കൂടുതലും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനും ഇവർക്കൊരു ആവാസ വ്യവസ്ഥ കൊടുക്കുന്നതിനും ഇവർക്കൊരു ഷെൽട്ടർ കൊടുക്കുന്നതിനുമൊക്കെ ആയിട്ട് ആ സമയത്ത് 5000-ഓളം ഏക്കർ സ്ഥലം റിസർവ് ഫോറസ്റ്റ് നമ്മൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലീസായിട്ട് പാട്ടത്തിന് നമ്മൾ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ശരാശരി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേവലം 50% ബിലോ മാത്രമാണ്. ഇപ്പോൾ 100 പേര് റിട്ടയർ ചെയ്താൽ 50 പേര് മാത്രമാണ്, അല്ലെ 50 പേര് താഴെ മാത്രമാണ് റീ എംപ്ലോയ്മെൻ്റ് ഇവിടെ വരുന്നത്. ബാക്കി 50 പേര് അവർ മറ്റ് ഹയർ സ്റ്റഡീസിലോട്ട് പോവുകയും മറ്റ് ജോബ്സ് ഓപ്റ്റ് ചെയ്യാം. മറ്റേ ഇതിൻ്റെ ഇനീഷ്യലി അങ്ങനെയല്ല, 100 പേര് റിട്ടയർ ചെയ്താൽ 100 പേരും ഇതിൽ തന്നെ വരികയാണ്. ജോബിൻ്റെ ഇതുകൊണ്ടല്ല, അത് അത്ര അട്രാക്റ്റീവ് അല്ല. പല കാരണങ്ങളുണ്ട്. കാരണം ഇവർക്ക് ഡെയിലി വേജസ് കൊടുക്കുന്ന വേജസ് ഒക്കെ തോട്ടം തൊഴിലാളികൾ കൊടുക്കുന്ന വേജസ് വളരെ കുറവാണ്. വർഷങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴും ആനുകൂല്യങ്ങളും അവസരങ്ങളും ഒഴിവാക്കി ഇന്നും അവർ അഭയാർത്ഥികളായി തുടരുമോ എന്ന ചോദ്യം ഒരു ഘടകമായി തന്നെ നിലനിൽക്കുന്നു.